രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന പാർട്ടിയിൽ ഇനി ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച് അഡ്വക്കേറ്റ് BN ഹസ്കർ ഇനി RSPയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM-നുള്ളിലെ എതിർപ്പുകൾ നേരത്തെ തുടങ്ങിയതാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം നടത്തിയതു മുതൽ തനിക്ക് സമ്മർദ്ദമുണ്ട്. CPM അല്ല യഥാർത്ഥ ഇടതുപക്ഷമെന്ന് താൻ മനസ്സിലാക്കിയെന്നും ഹസ്കർ പറഞ്ഞു. പാർട്ടിയുമായുള്ള 36 വർഷത്തെ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഹസ്കർ വ്യക്തമാക്കി. ചാനൽ ചർച്ചയിൽ സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ CPM താക്കീത് ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാവും അംഗത്വം നൽകി ഹസ്കറിനെ സ്വീകരിക്കും. രക്തസാക്ഷി ഫണ്ടുകൾ പോലും വെട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ വിളിച്ചു പറയുന്നു. ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയും ആ ചോദ്യത്തിന് പുതിയ പാഠഭേദം മെനയുകയും മാത്രമാണ് പാർട്ടി ചെയ്യുന്നത്. അപ്പോൾ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന നേതാക്കന്മാരെ പാർട്ടി സംരക്ഷിക്കുന്നുവെങ്കിൽ ഇനി ഒരു നിമിഷം ആ പാർട്ടിയിൽ തുടരുക അസാധ്യമാകുന്നു എന്ന ഘട്ടത്തിലാണ് ഞാൻ പാർട്ടി വിട്ട് മറ്റൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചത്. ഒരു സോഷ്യലിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നിൽക്കാൻ കഴിയുന്ന ഇടം RSP ആണെന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് പോകുന്നത്. എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നുമൊക്കെ എനിക്ക് അകലേണ്ടി വരുന്നത് ഈ പാർട്ടിയുടെ നയവ്യതിയാനത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞു തുടങ്ങുന്നില്ല. പാർട്ടി ഘടകങ്ങളിൽ പലപ്പോഴായി ചർച്ചകളിൽ ഇത് പറയുകയും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം അക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് പരിമിതമായ എൻ്റെ സാഹചര്യങ്ങളിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ഇടതുപക്ഷ ബദൽ അന്വേഷിക്കുകയും ആ ഇടതുപക്ഷ ബദൽ നിലവിൽ RSP ആണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് പോകുന്നത്. തമിഴകത്ത് രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ശക്തമാക്കി വിജയുടെ അച്ഛൻ SA ചന്ദ്രശേഖരന്റെ പ്രതികരണം. വിജയുടെ തമിഴക വെട്രിക്കഴകം പാർട്ടി കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വിജയുടെ അച്ഛൻ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ചരിത്രവും പൈതൃകവുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചന്ദ്രശേഖർ പറഞ്ഞു. சுதந்திரத்துக்காக போராடினவங்களா? அப்படியாப்பட்ட ஒரு வரலாறு இருக்கிற கட்சி இன்னைக்கு தேஞ்சு போச்சு. பவர் இல்ல. ஏதோ ஒரு கட்சிக்கு ஆதரவு கொடுத்து இவங்க தேஞ்சு போய்கிட்டே இருக்கிறாங்க. அந்த ஒரு பவரை நாங்க கொடுக்கிறோம். நாங்க இல்ல, விஜய் அவர்கள் கொடுக்கிறேன்னு அந்த பவருக்கு நீங்க வந்தீங்கன்னா காங்கிரஸ் மறுபடியும் அந்த வரலாறு தக்க வச்சுக்கணும். இந்த வாய்ப்பை அவங்க தான் பயன்படுத்தி. ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിന് പിന്നാലെ TVK കടന്നാക്രമിച്ച AIADMK നേതാവ് എടപ്പാടി K പളനിസ്വാമിയും രംഗത്തെത്തി. ஒரு அரசாங்கம் எப்படி இருக்கணும்னு முன்மாதிரியாக அரசாங்கம் அதிமுக அரசாங்கம் எதையுமே செய்யாம திரைப்படத்தில் இருக்க வரைக்கும் சம்பாரிச்சிங்க. விட்டுட்டு வந்தீங்க, நான் பல்லாயிரக்கணக்கு கோடி விட்டுட்டு வந்தேங்கிறீங்க. யாருக்கா விட்டுட்டு வந்தீங்க? இப்படிப்பட்ட ஒரு அரசியல் தாங்குவாரா சார்? அதெல்லாம் நான் சொல்லலை. நீங்கள் கேட்ட கேள்விக்கு நான் பதில் அவ்வளோ. தாங்குவாரா போவாரா? அதாவது அனுபவம், இது சாதாரண விஷயம் இல்லை. இன்றைக்கி என்னாச்சு? திட்டமிடாமல் போன காரணத்தில் தான் 41 உயிர்கள் நம்ம பலி கொடுத்தோம். சாதாரண விஷயம் இல்லைங்க. 41 குடும்பம் இன்றைக்கி அனாதி ஆகிட்டு இல்லை. ஆமாம், இன்னைக்கு சார், அதாவது விளையும் பயிர் முறையிலே தெரியுமாங்க. நாம் மக்களை இன்றைக்கி ஒரு ரசிகர் பட்டாலும் ஏறலாமல் இருப்பதற்காக எதை வேணாலும் பேசிட முடியாது. இது 8 கோடி மக்களுடைய வாழ்வாதார பிரச்சனை. ஒரு அரசாங்கம் வந்தால் எப்படி செயல்படும் என்பதை பார்க்கணும். கொரோனா காலம் இருந்ததுங்க. கொரோனா காலம் வந்தால் இவ்வளோ வீட்டு விட்டு வெளியே வருவாரா? நான் 32 மாவட்டத்துக்கு நேரடியாக போனேன். என்னை கூட மருத்துவர்கள் சொன்னாங்க, நான் அடிக்கடி சொன்னேன். ஆனால் நான் 15 மாவட்டத்துக்கு போயிட்டு 16ஆம் மாவட்டம் திருச்சிக்கு போகும்போது பாமக தலைவர் அவர் பிரமாதமாக விவசாயி என்ற பேசிட்டு இருந்தார். കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.